ഹായ്, ഞങ്ങൾ 3 പേരും കൂടി ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് പോകട്ടോ. ഞാനുണ്ട്, റസീന ജമാലുണ്ട്, നയറയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഈ യാത്ര. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, നമ്മളൊരു ഈ ഫേക്ക് പേജസിൻ്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് ഒരുപാട് നാളായിട്ട് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസിലും സൈബർ സെല്ലിലും നമ്മളിത് പരാതി ചെയ്തിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാവരും ഒരു ഗ്യാങ് ആയേക്കുക, ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കാൻ നല്ലൊരു നിവേദനം മന്ത്രിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കാം. മിനിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നാളെ മോർണിംഗിലാണ് നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടിയേക്കുന്നത്. ഞങ്ങള് 3 പേരാണ് ഇപ്പൊ ഉള്ളത്. ഞങ്ങൾ ഇന്നിപ്പോ അവിടെ സ്റ്റേ ആണ് ട്രിവാൻഡ്രത്ത്. നാളെ മോർണിംഗ് ആണ് ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടിയേക്കണത്. അപ്പൊ ഞങ്ങൾ 3 പേര് മാത്രമല്ല, 300ഓളം പേരുടെ പരാതികളുണ്ട്. അപ്പം ഞങ്ങളൊരു 7 പേര് അവർക്ക് വേണ്ടി റെപ്രസെന്റേറ്റ് ചെയ്ത് പോവാണ്. അപ്പം ഇനി അവിടുത്തെ വീഡിയോസ് എല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സൈബർ സീരിയസ് കേസ് എല്ലാവരും മിനിസ്റ്റർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സാറിനെ കാണാൻ പറ്റി, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറന്തരം പരിഗണിക്കുന്നല്ലേ പറയില്ല, സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. സൈബർ ഐജിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ല, ബാക്കിയുള്ളവരും തന്നെ കൂടാന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ മിനിസ്റ്ററെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. വളരെ നന്നായിട്ട്, ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്, എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിനിസ്റ്ററാണ്. മനസ്സിലുള്ള പറയാനുണ്ടോ? ചെറുകിട മുതൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു കോർഡിനേഷനിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ പോലെയൊക്കെയുള്ള എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാമെന്ന് മന്ത്രി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി നമുക്ക് കാണാം. ഒത്തിരി പേര് ഈ ഒരു പരിപാടി മൂലം ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു പ്രതീക്ഷ കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്കിത് തോന്നണത്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് തൊഹാനയാണ് നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും പേരും കൂടെ ഒരു ഗ്രൂപ്പൊക്കെ രൂപീകരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതെന്തായാലും നമുക്ക് കണ്ടുപിടിച്ച് പറ്റുമല്ലേ? അതിനെക്കുറിച്ച് എന്താണ് അഡ്വക്കേറ്റ് ഞങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരുമോ? മാക്സിമം ഞങ്ങളോടൊപ്പം നിൽക്കുമോ ലാസ്റ്റ് വരെയും? തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് മാനസികടക്കം ഇത് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അബിൻ വർക്കി MLA കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തോടെ കോർഡിനേഷനിലോട് കൂടി കാര്യങ്ങൾ സംസാരിക്കുകയും മിനിസ്റ്റർ രമേശ് ജി കൃത്യമായിട്ട് അത് ഇടപെടൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സൈബർ ഐജിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കാണുമെന്നുള്ള പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ ലിസ്റ്റ് എന്താ, നമുക്ക് എന്താണ് പറയാനുള്ളത്? അതല്ല, നമ്മൾ ഒരുപാട് പേര് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു 5 പേര് എത്തിയേക്കുന്നത്. ഒരുപാട് പേര് ഇതിൻ്റെ ഗ്രൂപ്പുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിന് നല്ലൊരു നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടി. ഇതൊക്കെ ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതേ നമുക്ക് ഇതിനകത്ത് പറ്റും. നമുക്ക് ഇനി മിനിസ്റ്ററെ കണ്ടു, ഇനി അതിൻ്റെ ബാക്കിയുള്ള നടപടിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണമാണ്, ഓണത്തിരക്കാണ്. ഞങ്ങൾക്കൊക്കെ നല്ല തിരക്കുള്ള സമയമായിട്ട് പോലും ഈ ഒരു ദിവസം ഫുള്ളി ഞങ്ങൾ എല്ലാ പരിപാടികളും ഒഴിവാക്കി ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളെപ്പോലെ ഇതുപോലെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളിന്ന് മിനിസ്റ്ററെ കണ്ടതും ഈ ഒരു കാര്യം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ചെയ്യുന്നവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. നമ്മൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, കേരള ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കമൻസ് നിങ്ങൾ ചെയ്താൽ മതി, ഞങ്ങൾ ആഡ് ചെയ്തോളാം കേട്ടോ. ഒരുപാട് പേര് ഈ സെയിം പ്രോബ്ലം ഉള്ള ഒത്തിരി പേര് കാണുമായിരിക്കും. അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ അവർക്ക് നമ്പർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടല്ലോ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഫയലുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എല്ലാവരും ഈ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കൊടുത്ത റിസൾട്ടുകളാണിത്. അപ്പോൾ ഞങ്ങൾ പോട്ടെ, അടുത്തടുത്തേക്ക് പോകാൻ സമയം ക്ലോസ് ആവുമെന്ന് പറയുന്നത്. ഇനി ഓരോ വീഡിയോസും ഓരോ സമയത്തായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം. 3 പേർക്കൊപ്പം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീ സംരംഭകർ ഹോം മിനിസ്റ്ററെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ടായി. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണാമെന്ന് അദ്ദേഹം വാക്ക് തന്നു. അതിനുശേഷം ഞങ്ങൾ IG പ്രകാശ് സാറിനെ കണ്ടപ്പോഴും പരിഹാരം കാണാമെന്ന് ഉറപ്പ് തന്നിട്ടാണ് ഞങ്ങളെ വിട്ടത്. ഓണക്കാലമായതിനാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വീഡിയോയും മറ്റു കാര്യങ്ങളുള്ളതിനാലും ഞങ്ങൾ അന്ന് തന്നെ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പഴികേക്കേണ്ടി വന്നതിന്റെ പരാതിയായി പോയ ഞങ്ങളെ കാത്തിരുന്നത് മറ്റൊരു വേദനയായിരുന്നു. ചേർത്തലയിൽ എന്നെ ഇറക്കി എറണാകുളത്തേക്ക് പോയ റസീനയും നിമിതയും സഞ്ചരിച്ചിരുന്ന കാറ് ഒരു അപകടത്തിൽപ്പെട്ടു. പിന്നെ റസീനയ്ക്ക് കഴുത്തിന് പിന്നിൽ ചെറിയൊരു സർജറി വേണ്ടി വന്നിടും. കാൽമുട്ടിനും ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിമിതയ്ക്കും ഇടിയുടെ ആഘാതത്തിൽ കുറച്ച് ബോഡി പെയിനും ചെസ്റ്റ് പെയിനൊക്കെ ഉണ്ടായി. 2ആളും ICUയിലായിരുന്നു. സ്നേഹിക്കുന്നവരുടെയും പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന കൊണ്ടാവണം ശാരീരികമായി വലിയ പരിക്കുകളൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ഇരിക്കാൻ സാധിച്ചത്.
അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു അപകടത്തിന്റെ നടുക്കം ഞങ്ങൾക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട റസീനയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നെക്ക് കോളർ ഇടേണ്ടി വരും. ഇത്രയും പെട്ടെന്ന് റസീനയ്ക്ക് സുഖം പ്രാപിക്കട്ടെ, തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്ഥാപനം നടത്തുകയും നമ്മുടെ ഫേസും പേരും ഒക്കെ വെച്ച് മറ്റുള്ളവർ പണം തെറ്റിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം ഒത്തുചേരാം, ഇതിനെതിരെ പോരാടാം. അതിനായിട്ട് ഈ വീഡിയോയ്ക്ക് കമന്റിൽ നിങ്ങളുടെ കാര്യം പറയുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയിൽ കൊളാബ് ചെയ്തിരിക്കുന്ന ഏത് പേജിലേക്ക് നിങ്ങൾക്ക് DM ചെയ്താലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക, ആളുകളെ അവെയർ ആക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കുറച്ചുകൂടിയൊക്കെ സ്മാർട്ട് ആവണം. ഇത്തരത്തിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്ഥാപനം നടത്തുകയും നമ്മുടെ ഫേസും പേരും വെച്ച് മറ്റുള്ളവർ പണം തട്ടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഒത്തുചേരാം, ഇതിനെതിരെ പോരാടാം. അതിനായി ഈ വീഡിയോയ്ക്ക് കമന്റ് ആയോ അല്ലെങ്കിൽ ഇതിൽ കൊളാബ് ചെയ്തിരിക്കുന്ന ഏതൊരു പേജിലേക്ക് DM ആയോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ കൂടുതൽ ആളുകൾ അവെയർ ആയിരിക്കും. പേയ്മെന്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്മാർട്ട് ആവുക. നിങ്ങളുടെ പണമാണ്, വ്യക്തികളുടെ പേരിലല്ല സ്ഥാപനങ്ങളുടെ പേരിലാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്.